കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏത് പ്രവൃത്തി ചെയ്താലും പൂർണ്ണ ആത്മാർത്ഥതയോടെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് ലോക മനുഷ്യർ തന്നെ പറയുന്നു. കർത്താവിൻ്റെ വചനവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്നവർ അവൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ആരാധിക്കണമെന്ന് കർത്താവിൻ്റെ തന്നെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ എന്ത് ചെയ്താലും അതിന് പ്രത്യേക ഒരു അനുഗ്രഹം, ഒരു പ്രതിഫലം നമുക്കുണ്ട്. മനസ്സർപ്പിച്ച് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. മനസ്സർപ്പിക്കാതെ ആരെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുവാൻ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു എന്ന് വരുത്തി തീർക്കുവാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് പ്രവൃത്തി ചെയ്താലും അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ അതിന് തക്ക പ്രതിഫലം നമുക്ക് കിട്ടും. ഏറ്റവും അധികമായിട്ട് നമുക്ക് പൂർണ്ണ തൃപ്തിയും കിട്ടും. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ, ദൈവഹിതത്തിന് അനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഈ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ അത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച കോട്ടയത്ത് വെച്ച് നടന്ന മീറ്റിങ്ങിൽ വെച്ച് കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് അലംഭാവത്തോടെ ചെയ്യാതെ, അലക്ഷ്യമായി ചെയ്യാതെ, പൂർണ്ണ ഹൃദയത്തോടെ, വളരെ ഉത്സാഹത്തോടെ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് വലിയ പ്രതിഫലമുണ്ട്. അത് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ ജീവിത രീതി തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എഫേസ്യർ 5:18 നമ്മളിങ്ങനെ വായിക്കുന്ന, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടുക. ആദ്യം എവിടെ പാടണ്ടേ? ഹൃദയത്തിൽ ഇല്ലാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഹൃദയത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റും. വല്ലവരും കണ്ടാൽ എന്നെ വിചാരിക്കുമെന്നും കൊണ്ടും കൊടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ പാടാൻ പറ്റും. അടുത്ത് നിൽക്കുന്നവരെന്തോ വിചാരിക്കുമെന്നും കൊണ്ടും പാടാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വചനം പറയുന്നു, ഡു എവറിതിങ് ഔട്ട് ഓഫ് യുവർ ഹാർട്ട്. പഴയ നിയമ വേദഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പരീശന്മാരോട് യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, തങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നു. പഴയ നിയമ പ്രമാണമെല്ലാം ജഡിക പ്രമാണം, ജഡത്തിൽ ചെയ്താൽ മതി, പുറമേ ചെയ്താൽ മതി. പക്ഷേ ക്രിസ്തുവിൽ വന്ന പുതിയ ഉടമ്പടി ഹൃദയത്തിൻ്റെ ബന്ധം. ആമേൻ. ഇനി പുറമേ ഇച്ചിരി കാണിച്ചില്ലേലും ഒരു കുഴപ്പമില്ല. പഴയ നിയമ പരിച്ഛേദന ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന. എന്നാൽ പുതിയ നിയമ പരിച്ഛേദന ഹൃദയത്തിൽ ദൈവവചനമാകുന്ന ഇരുവായ്ത്തല വാളുകൊണ്ട് നമ്മുടെ ഹൃദയം സോഫ്റ്റാകുന്ന. ഹല്ലേലൂയ. അങ്ങനെ സോഫ്റ്റായ, സെൻസിറ്റീവായ ഒരു ഹൃദയത്തിൽ കർത്താവ് ചെയ്ത നന്മകൾ ഓർത്ത്, അപ്പോൾ തന്നെ ആത്മനിറവിൽ, വാസ്തവത്തിൽ പുതിയ നിയമ ആരാധന എന്ന് പറയുന്ന ആത്മാ നിറവിലുള്ള ആരാധന. അതാണ് ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവിൽ നിറയുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ വെളിയിലാവും. പറഞ്ഞാട്ടെ, എന്നിൽ ഒന്നുകിൽ ഞാൻ വസിക്കും, അല്ലെങ്കിൽ ആത്മാവ് വസിക്കും. ആത്മാവിൽ നിറയാന്ന് പറഞ്ഞാൽ കൈയടിക്കാന്നോ തുള്ളുകാന്നോ ചാടുകാന്നോ അല്ല. എന്നിലെ ഞാൻ വെളിയിൽ പോയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആത്മാവ് എന്നിൽ, ഒരു ഗ്ലാസ്സിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ അതിനകത്തെ വായു എന്ത് ചെയ്യും? വെളിയിൽ പോകുന്ന പോലെ. അതാണ് പൗലോസ് പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു. ആത്മനിറവെന്ന് പറയുന്നത് അതാണ്. ഒരിക്കൽ നോക്കി പൗലോസ് ആത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ എന്ന് പറഞ്ഞവനെ ശാസിച്ചപ്പോൾ താഴെ കിടന്നു. മനസ്സിലാകുന്നുണ്ടോ? ആ സമയത്ത് പൗലോസ് ഒട്ടുമില്ല. ഓർക്കണമേ, വേറൊരു ദേശത്ത് അവിടുത്തെ ദേശാധിപതിയുടെ ഏറ്റവും അടുത്ത ആളെയാ ശാസിക്കുന്നത്. ഒരിക്കലും ബുദ്ധിയിൽ അത് ചെയ്യാനൊക്കില്ല. അപ്പം നമ്മുടെ ബുദ്ധി അബലമാവുകയും, നമ്മുടെ ബുദ്ധി ഇല്ലാതാകുകയല്ല, ബുദ്ധി ഇല്ലാത്തവരാകുകയല്ല, നമ്മൾ ബുദ്ധിയുള്ളവരാ. പക്ഷേ ആത്മാവിന് എന്നെ ഞാൻ വിട്ടുകൊടുക്കുക.
അതുകൊണ്ടാണ് ആത്മനിറവിൽ ചിലപ്പോൾ നമ്മൾ കൈ ഒട്ടിയാലും താഴെ വീണാലും ചിലപ്പോൾ തുള്ളിച്ചാടും. ബുദ്ധി പറയുമോ നീ ഇങ്ങനെയൊക്കെ കാണിക്കാതെ, പക്ഷേ നമ്മളങ്ങോട്ട് ഈൽഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം തുള്ളിച്ചാടുന്നു നമുക്ക് വിഷയമല്ല, മറ്റുള്ളവർ കാണുമോ എന്നുള്ള നമുക്ക് വിഷയമല്ല. വി ആർ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെയാണ് ആരാധനയിൽ. യേശു പറഞ്ഞു, സ്ത്രീയെ, ദൈവത്തെ ആരാധിക്കുന്നവർ ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല. കാരണം ദൈവം ആത്മാവാണ്. ദൈവം ഗെരിസീം മലയിലോ യെരൂശലേം മലയിലോ ഒന്നും ഇരിക്കില്ല. ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. മറ്റൊരു വേദഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയണം, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നത് നാം തന്നെ. അപ്പം നമ്മുടെ ബുദ്ധി കൊണ്ടല്ല നമ്മൾ ആരാധിക്കേണ്ടത്, പിന്നെ എങ്ങനെയാണ്? ആത്മാവ് കൊണ്ട്. ആത്മാവിൽ നമ്മൾ നിറയുമ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പാടാൻ തുടങ്ങും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പരിശുദ്ധാത്മാ കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ബുദ്ധി കൊണ്ടും പാടും ആത്മാവ് കൊണ്ടും പാടും. ബുദ്ധി കൊണ്ട് പാടാൻ പറ്റും, പക്ഷേ നമ്മൾ എങ്ങനെ പാടണം? ആത്മാവ് പാടുന്ന ഒരാത്മാവ് അല്ലെന്ന് പറഞ്ഞ് എന്നിലുള്ള ആത്മാവ് കരയുന്ന ഒരാത്മാവല്ല, പിന്നെ തുള്ളുന്ന ഒരാത്മാവ്. അതുകൊണ്ടല്ലേ ആ മറിയ വന്ദനം എന്ന് പറഞ്ഞപ്പോൾ, യേശു ഉള്ളിലുള്ള മറിയ വന്ദനം പറഞ്ഞപ്പോൾ എലിശബേത്തിന്റെ ഉദരത്തിൽ കിടന്ന പിള്ള കരഞ്ഞെന്നല്ല, തുള്ളി. അതാണ് യേശുവിൻ്റെ സാന്നിധ്യം പോലും ആ പരിശുദ്ധാത്മാവുള്ളവരുടെ ഉള്ളിൽ ഒരു തുള്ളൽ കൊണ്ടുവരും. ഹല്ലേലൂയ. ആനന്ദ തൈലമെന്നാണ് വേറൊരിടത്ത് പറഞ്ഞു. ഒരിടത്തും ഞാൻ വായിക്കുന്നില്ല ഗൗരവ തൈലമെന്നോ ഭാരത്തിൻ്റെ തൈലമെന്നോ, പിന്നെന്താണ്? ആനന്ദ തൈലം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല നമ്മുടെ വികാരങ്ങൾ പോകുന്നു, ആത്മാവിനനുസരിച്ച്. ആത്മാവ് സകലത്തെയും കാണാം. ജഡത്തിനിപ്പം നടക്കുന്നതേ കാണാവുള്ളൂ, പക്ഷെ ആത്മാവ് തല ഉയർത്തി അപ്പുറം കാണും. ഇപ്പം വീട്ടിൽ മുഴുവൻ വിഷയമായിരിക്കും, പക്ഷെ ആത്മാവ് നോക്കുമ്പോൾ എല്ലാ വിഷയവും തീർന്നിരിക്കും. ആത്മാവിൽ കണ്ട് ആത്മാവിൽ പാടുക എന്ന് പറഞ്ഞ ആത്മാവിൽ. അതാണ് 1 കൊരിന്ത്യർ 2:9 പറഞ്ഞ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കൈ കൊടുത്ത എണ്ണി ഒന്നും ഒരുക്കാനില്ല, എല്ലാം ഒരുക്കി. വീട് ഒരുക്കിയിട്ടുണ്ട്, പിന്നെ വീട് ഒരുക്കിയിട്ടുണ്ട്, മക്കളുടെ ഭാവി ഒരുക്കിയിട്ടുണ്ട്, എല്ലാം ഒരുക്കിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ച്. കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യം എന്നാണെന്നറിയോ? നമ്മുടെ വാഗൊണ്ട് ജസ്റ്റ് പറഞ്ഞില്ല, നമ്മുടെ ഉള്ളിൽ അതായിരിക്കുന്ന അവസ്ഥ. ലോർഡ്, ഐ ബിലീവ് യു. എന്തിഷ്ട കർത്താവിന്? കർത്താവ്, എനിക്ക് നിന്നെ വിശ്വാസം. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്കറിയാം കർത്താവ് നീ എന്നെ നല്ലതായിട്ട് നടത്തത്തുള്ളൂ. എനിക്ക് വിശ്വാസമാണെന്ന് പറയുന്ന കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് പറഞ്ഞ് പല കാര്യവും പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടില്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ലായിരിക്കാം, പക്ഷേ കൈ ഉയർത്തി എന്ന് പറഞ്ഞ ലോർഡ്, ഐ റിയലി ബിലീവ് യു. എനിക്കറിയാം ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. കർത്താവേ, ആ ഏറ്റവും ഉത്തമമായത് എനിക്ക് വേണ്ടി നീ ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി സ്വർഗം നീ ഒരുക്കിയെങ്കിൽ, എനിക്ക് വേണ്ടി പുത്രനെ നീ ഒരുക്കിയെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നീ ഒരുക്കിയെങ്കിൽ, വേറെ എന്താ എനിക്ക് തരാത്തത്? വിശ്വസിക്കുന്നുണ്ടോ? ഹലോ, വിശ്വസിക്കുന്നുണ്ടോ? ചിലതൊക്കെ അഴുക്കായി ദിവസങ്ങളിൽ കണ്ടത്, അഡ്വേഴ്സിറ്റി ആയിരിക്കും കണ്ടത്, പ്രതിസന്ധി ആയിരിക്കും കണ്ടത്, പക്ഷെ ദ ബെസ്റ്റാ ഒരുക്കിയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് യേശു വന്നാൽ, അല്ലെ നമ്മൾ മരിച്ചാൽ, നമ്മൾ പോകാൻ പോകുന്നിടം ദ ബെസ്റ്റ് അല്ലേ? ആണോ അല്ലയോ? ഇത്രയും ദ ബെസ്റ്റ് നമുക്കൊരുക്കിയവൻ, ബാക്കിയെല്ലാം ദ ബെസ്റ്റ് അല്ലേ ഒരുക്കത്തുള്ളൂ? നമ്മൾ സ്നേഹിക്കുന്നവർക്കല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്ക് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ ബെസ്റ്റാക്കാവോ നമ്മൾ നോക്കത്തില്ലേ? അങ്ങനെ കർത്താവിന് ഏറ്റവും സ്നേഹമുള്ളവരായി നിൽക്കുന്നു, തൻ്റെ പ്രാണനായി നിൽക്കുന്നു. അറിയാമോ, ഓരോ ദൈവമക്കളും യേശു കർത്താവാന്ന് ഒരാളെ ഏറ്റു പറയണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തവർക്ക് പറയണം. ആ ഏറ്റു പറഞ്ഞ വ്യക്തിക്ക് കുറവുകൾ കാണാം, വീഴ്ചകൾ കാണാം, പക്ഷെ അവരെനിക്ക് പ്രിയരാ.
ഒന്ന് രണ്ട് പറഞ്ഞു, യേശുവിൻ്റെ പ്രിയയായ നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ആരെയെങ്കിലും സ്വാധീനിക്കണമെങ്കിൽ അവരുടെ ഭാര്യയെ സ്വാധീനിച്ചാൽ മതി. എന്തുവാ? നിങ്ങൾ നേരിട്ട് പോയിട്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ആൻറ്റി ഒന്ന് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? ചാനോടൊന്ന്, മന്ത്രി അംഗത്തിനോടൊന്ന്, പാസ്റ്ററോടൊന്ന് പറയണം. ഈ പുള്ളിക്കാരത്തി വന്നിട്ട് പറയാന്നിരിക്കട്ടെ, അതങ്ങ് ചെയ്തു കൊടുക്കുന്നേ, അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല, അതങ്ങ് ചെയ്തു കൊടുക്കുക. ഭാര്യ പറഞ്ഞ ഏത് ഭർത്താവും താഴെ വീഴും. അതുപോലെയാണ് മണവാട്ടി സഭ. കർത്താവിൻ്റെ വീക്ക്നെസ്സുകളാണ് നമ്മൾ. നമ്മളൊന്നും ചെയ്തിട്ടോ, നമ്മൾ സ്വോത്രകാഴ്ച ഇട്ടതുകൊണ്ടോ, നമ്മൾ ഉപസിച്ചുകൊണ്ടോ എന്നെ ചെയ്യാൻ അങ്ങ് വീണുപോയി. ഒരുത്തനൊരുത്തയെ കണ്ടങ്ങ് പ്രണയത്തിലങ്ങ് ആയിപ്പോവുക. എന്താന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കിയിട്ട് അവൾക്കൊരു സൗന്ദര്യവും ഇല്ല. എടാ ഇവളെ കണ്ടുള്ളൂ ഇവന് കേട്ടാ. ഞാൻ പല പെണ്ണിനെയും കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര കെട്ടൊക്കെ കെട്ടിയിട്ട് ഞാൻ ഓർത്തതിന് ഭയങ്കര അപ്സരസായിരിക്കും. പക്ഷെ എന്തോ അവന് ഇഷ്ടപ്പെട്ടു പോയി. നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തതിന് അത്ര റീസണുള്ള ആർക്ക് ഇഷ്ടപ്പെട്ടു പോയി? അവ കർത്താവിന് ഇഷ്ടപ്പെട്ടവരെയൊന്ന് തിരിഞ്ഞു നോക്കി. ചിലതിനൊക്കെ 2 പല്ല് കുറവാണ്, ചിലതൊക്കെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ? ആർക്ക് ഇഷ്ടപ്പെട്ടു പോയി? അപ്പൊ ഇവരെ സ്വാധീനിച്ചാൽ മതി. കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അവരെ ഒന്ന് തൊട്ടൊന്ന് അനുഗ്രഹിക്കുക ചെയ്ത കർത്താവിന്റെ ശരീരത്തെ തൊടുന്ന പോലെ. നിങ്ങളെ തൊടുന്നവൻ എന്നെ തൊടുന്നെന്നാണോ? അല്ലയോ? ആണോ? യേശു പറഞ്ഞാണോ? ശൗലിനോട് എന്താ പറഞ്ഞേ? ശൗലേ ശൗലേ നീ എന്നെ തൊട്ട് കളിക്കുന്ന എന്തെന്നല്ലേ ചോദിച്ചു. വേറെ പറയണം, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ. അപ്പൊ നമ്മളെ വേദനിപ്പിക്കാൻ തൊണ്ടെന്നൊന്ന് തലോടിയൊന്ന് തൊട്ട് നോക്കും. അപ്പൊ ആരെയാ തൊട്ട്? നിങ്ങളൊന്ന് പറഞ്ഞേ, ആരെയായി തൊടുന്നേ? ആരെയാ തൊടുന്നേ? യേശുവിനെയാ. സ്വോത്രം. അപ്പൊ നമ്മളൊരു ദൈവപൈതലിന് വേദന ഉണ്ടാക്കിയാൽ ആർക്കാ വേദന കൊണ്ടിരുന്നത്? വളരെ സൂക്ഷിക്കണം. ഞാൻ മനസ്സിലാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ പാപം സഭയ്ക്കകത്ത് കലക്കം ഉണ്ടാക്കുന്നു, ദൈവമക്കളെ വേദനിപ്പിക്കുന്നു. ആ വേദന നമ്മളങ്ങ് എടുത്തേക്കണം. നമ്മൾ സഭയിൽ ആൾ കളിക്കാനോ ഒന്നും പോകരുത്. നമ്മൾ നിമിത്തം ഒരു പ്രയാസം ആർക്കും ദൈവമക്കൾക്ക് ഉണ്ടാകരുത്. അത് കർത്താവിനെയാണ് വേദനിപ്പിക്കുന്നത്. കർത്താവിന് പ്രിയരാണ് ഈ നിൽക്കുന്ന മക്കൾ. ഹല്ലേലൂയ. എല്ലാവരും എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കർത്താവിന് പ്രിയൻ. ഐ ആം സോ വാല്യുബിൾ ഫോർ ജീസസ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഐ ബിലീവ് യു ജീസസ് എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഉറപ്പാണ് എന്നെ അത്ഭുതകരമായ. വിശ്വസിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ നിന്നൊന്ന് വിശ്വസിച്ചേ. നല്ലതേ വരത്തുള്ളൂന്നൊന്ന് വിശ്വസിച്ച് ഒന്ന് കരമുയർത്തി കണ്ണടച്ച്, എനിക്ക് വിശ്വാസമാ കർത്താവേ ഒന്ന് പറഞ്ഞ്, എനിക്ക് വിശ്വാസമാ. എന്നിട്ടൊന്ന് പറഞ്ഞ, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, I love you, I love you, I love you, Jesus, I love you, I love you, I love you, I love you, Jesus. ഒരു അത്ഭുത സൗഖ്യമാണ്. സഹോദരിക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വലത്തെ കൈ ഉയർത്താനും ഒന്നും പറ്റത്തില്ലായിരുന്നു. എന്ത് പറ്റിയതാ? ക്യാൻസർ ആയിരുന്നു. എനിക്ക് ക്യാൻസർ ആയിരുന്നു. യേശുവാണ് മാറ്റി തന്നത്. അത് 12 കൊല്ലമായി. എൻ്റെ ഇടയിൽ ഈ സൈഡിൽ മുഴുവനും വേദനയാണ്. ബ്ലഡ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞു. മുട്ടിനും നീര് കെട്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടും കൈ പൊക്കാൻ മേലായിരുന്നു. കൈ അങ്ങനെ പൊക്കാൻ പറ്റില്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ കുഴയും. പിന്നെ ഈ അങ്ങനെ ഇനങ്ങാൻ വയ്യ. ഇപ്പൊ സംഭവിച്ചത് യേശു തൊട്ടു,
അത്ഭുതകരമായ ഒരു സൗഖ്യം വന്നു. ഇപ്പോൾ ഉയർത്താൻ പറ്റാത്ത കൈ നന്നായിട്ട് ഉയർത്താം. അത്ഭുതകരമായ ഒരു വിടുതൽ യേശു ചെയ്തു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവം ഉണ്ടായേ? ഒരു ചൂടുണ്ടായിരുന്നു. ഒരു ചൂട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിയാവില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ ഉറക്കം അങ്ങനെ ബന്ധിച്ചു. അപ്പം നല്ലപോലെ കൈ ഉയർത്താം. വേദന മാറി. മാറി മാറി. നോർത്തെ കർത്താവ് കൊടുത്ത അത്ഭുത വിടുതൽ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. തോമസ് കുട്ടി, ഈ സഹോദരിക്ക് കഴിഞ്ഞ 2 വർഷമായി വലത്തെ മുട്ടിന് തേയ്മാനമായിട്ട് മടക്കുമ്പോഴൊക്കെയും 2 മുട്ടിനും മടക്കുമ്പോഴൊക്കെയും അതിൽ നിന്ന് സൗണ്ട് വരികയും വേദനയുമായിരുന്നു. കഠിനമായ വേദനയായിരുന്നു. ഒരു സൗണ്ട് പോലും സൗണ്ട് വരും. 2 കൊല്ലം എടുക്കുള്ളൂ. ഇല ഗുളിക കഴിക്കണം. ഇപ്പൊ മുട്ട് കുത്തുമ്പോ സൗണ്ട് ഇല്ല. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴോ ഇല്ല. മറ്റേ മടക്കുമ്പം സൗണ്ട് വരും. കിടുകിടോന്ന് കേൾക്കൂ. വേദനയാവും. വേദനയാവും. പ്രാർത്ഥിച്ച് കിടുകിട എന്നുള്ള സൗണ്ടും ഉണ്ടാവും. അതില്ല. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സൗണ്ട് വരെ കർത്താവ് എടുത്ത് മാറ്റി. വേദന മാറി. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 8 വർഷങ്ങൾക്ക് മുൻപ് നട്ടെല്ലിൻ്റെ എല്ലിൻ്റെ അകത്ത് ഞരമ്പ് കുടുങ്ങിയിട്ട് ബ്ലഡ് സപ്ലൈ ഇല്ല. അതുകൊണ്ട് സഹോദരിക്ക് കുനിയാനോ ഒരു ജോലിയും ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. പല ചികിത്സകളും ചെയ്ത് നോക്കി, നടന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ഒരു സഹോദരൻ പറഞ്ഞ് മീറ്റിങ്ങിന് വന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം സഹോദരിയുടെ ശരീരത്തിൽ വലിയൊരു തളർച്ച പോലെ ഉണ്ടായി. സിസ്റ്റർ പറയുമായിരുന്നു, ദോസുട്ടി ബ്രദറെ, ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടായി. 8 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആദ്യമായിട്ട് സിസ്റ്റർ കുനിഞ്ഞു. ഒരു പ്രശ്നവുമില്ല. യേശു അത്ഭുതകരമായി സൗഖ്യമാക്കി. അതെല്ലാം വിഷമിച്ചിരിക്കുമ്പോൾ ഞാനിവിടെ വന്ന് നിന്ന് ആ സഹോദരി എന്നെ നടുവിന് കൈവച്ചപ്പോൾ ഞാനങ്ങ് കുഴഞ്ഞു വീണു. എനിക്ക് ഭാരം ഇറങ്ങി പോകുന്നേരം തോന്നി. ഇപ്പം നല്ലൊരു ഭാരം കുറഞ്ഞ് എനിക്ക് നല്ലൊരു ആശ്വാസം മനസ്സിനും ശരീരത്തിനും കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് നന്ദി, 1000 നന്ദി. ആ ഒരു കട്ടുകഴപ്പൊക്കെ മാറി എൻ്റെ ശരീരത്തിന് ഭാരം കുറഞ്ഞു. എൻ്റെ മോൾക്ക് 2.5 വയസ്സുള്ളപ്പോൾ തലയുടെ ഇത്രയും ഭാഗത്ത് സോറിയാസിസ് പോലൊരു പൊറ്റം പോലൊരു ഇത് വന്നു. ഞങ്ങൾ ഡോക്ടർമാരെല്ലാം കാണിച്ച ഒരു മരുന്ന് തരുന്നുണ്ട്, മാറുമെന്ന് പറയുന്നു. പക്ഷേ കുഞ്ഞിൻ്റെ തല ഓരോ ദിവസവും ചെല്ലുന്നോറും ബുദ്ധിമുട്ടായിട്ട് വരിക. അപ്പം ചീകുമ്പം ബ്ലഡും തൊലിയും ഉള്ള മുടിയും കൂടെ പോരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ മുട്ടയടിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. മുട്ടയടിച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആകും, പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെയധികം ഭാരപ്പെട്ടിരുന്ന സമയത്താണ് നമ്മുടെ സഭയിലെ 2 സഹോദരങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നു. അവരും എന്നോട് പറഞ്ഞു, സൗരി, നിങ്ങൾക്ക് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ വരണം, സഭയിൽ വരണമെന്ന് പറയും. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്നും അറിയില്ല. അപ്പോൾ തങ്കുറ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ഇന്ന് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് സൗഖ്യമാക്കാനോ മതിയാകാനാന്ന് പറഞ്ഞു. രോഗമുള്ള ഭാഗത്ത് കൈവെക്കാൻ പറഞ്ഞു. ഞാനിവളെ ഇങ്ങനെ എടുത്തു. ഞാനിങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഈ യേശു ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ജനം പറയുന്നത് യേശു ജീവിക്കുന്നെന്നാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവേ, ഞാൻ മരണനാഴിക വരെ എനിക്ക് വിശ്വസ്തയായി ഞാൻ നിൽക്കും. സ്തോത്രം. എൻ്റെ കുഞ്ഞിൻ്റെ പൂർണ്ണമായി സൗഖ്യം എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. ഞാൻ അന്ന് വരെ ഹൃദയത്തിൽ ഒതുക്കി ആ സങ്കടം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, അമ്മ കരയേണ്ട, യേശുവപ്പ എന്നെ തൊട്ടെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ എവിടുന്ന് യേശുവപ്പ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ അവളോട് തന്നെ ചോദിക്കും. അവൾ പറയട്ടെ, നിങ്ങളോട് അവൾ തന്നെ പറയട്ടെ. മോൻ പറ, യേശുവപ്പ എവിടുന്നാ വന്നേ? എന്നെ ഇട്ട യേശുവപ്പ ഒരു ഷാള് ഇട്ട് യേശു വന്നിരിക്കുക. യേശുവപ്പ മേളിൽ നിന്ന് വന്നു അമ്മ. എന്നിട്ട് ആകാശം എന്ന് പറയാൻ അറിയത്തില്ല, എൻ്റെ കയ്യെ പിടിച്ചു വരച്ചുകൊണ്ട് പോയി എന്നെ മേളിൽ ആകാശം കാണിച്ചു വന്നു. ഇവിടെ എല്ലാം എൻ്റെ തൊട്ടെന്ന് പറഞ്ഞു, ഷാളായിട്ടെന്ന് പറഞ്ഞു. മീരമേഫലം ശരിക്കും പറഞ്ഞത് സാരിയായിട്ട് കുഞ്ഞല്ലേ. പിന്നെ ഇപ്പം അവൾക്ക് അത്രയും കൂടെ അറിവായതുകൊണ്ട് ഷാളായിട്ട് എന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷേ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിലുള്ള തലേ നോക്കുന്നു അത്രയും ഇത് സൗഖ്യമായി. അന്ന് തന്നെ മുട്ടയടിക്കത്തില്ലെന്ന് പറഞ്ഞ അതേ ബാർബർ ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി മുട്ടയടിച്ചു. ഇന്ന് എൻ്റെ കുഞ്ഞിന് മുടി. സ്തോത്രം. അവൾ ഈ മുടി കാരണം അനേക ആത്മാക്കളോട് ഇന്ന് പറയും, എൻ്റെ യേശോപ്പ വന്ന മുടിയായതെന്ന്. സ്തോത്രം. അങ്ങനെ അനേകർ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. സ്തോത്രം. ഞങ്ങൾ എവിടെ യാത്ര ചെയ്താലും പ്രത്യേകതയായി മുടിക്കാന്നാണ് മറ്റുള്ളവർ പറയുന്നത്. എന്നോട് ചോദിക്കും, ഇങ്ങനെ ആക്കിയതാണോ? ഇവിടെ അടുത്ത പോയി പറയാം, എൻ്റെ യേശോപ്പ വന്ന മുടിയാന്ന്. മോക്കാരും വന്ന മുടിയാ? യേശോപ്പ വന്ന മുടി കണ്ടോ? ഇതാണ് സാക്ഷ്യം. ലോകം വിശ്വസിക്കുന്നില്ലവൻ കന്യകയിൽ ജനിച്ചതാണ്. ലോകം വിശ്വസിക്കുന്നില്ലവൻ മരിച്ചിട്ട് ഉയർത്തുന്നു. എന്നാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തെളിയിക്കുന്നു യേശു ജീവനോടെ ഉണ്ട്.
അവൻ ആകാശത്തു നിന്ന് വന്ന് ഈ കുഞ്ഞിനെ തൊട്ടെങ്കിൽ അവൻ വീണ്ടും ആകാശത്തു നിന്ന് വരും തൻ്റെ ജനത്തെ ചേർക്കുവാൻ. അതിന് മതജാതി വർഗവർണ്ണ വ്യത്യാസമില്ല. വിശ്വസിക്കുന്ന മുഴുവൻ പേരെയും ചേർക്കാൻ യേശു വരുന്നത് കൊണ്ട് ആർപ്പോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടതല്ലേ? ആ കുഞ്ഞിന് കർത്താവ് വന്ന് തൊട്ടു, ആ കുഞ്ഞിനെ വന്ന് തലോടി. ഓ എൻ്റെ ദൈവമേ, എന്തൊരു അത്ഭുതമാണ്! ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ ഇതൊന്നും കൽപ്പിച്ചു കൂട്ടി പറയുവാനുള്ള പ്രാപ്തിയൊന്നും ആ കുഞ്ഞിനില്ല. ആ കുഞ്ഞ് നേരിട്ട് കണ്ടതാ വാസ്തവത്തിൽ നമ്മളോട് പറഞ്ഞത്. കുഞ്ഞുങ്ങളുടെ മനസ്സിനെ, ആ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ 100% നമുക്ക് വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ആ കുഞ്ഞിൻ്റെ വേദന കണ്ട്, ആ അമ്മയുടെ സങ്കടം കണ്ട്, ആ കുഞ്ഞിൻ്റെ അരികിൽ ഇറങ്ങി വന്ന് ആ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കി. എത്ര അത്ഭുതകരമാണ്! അതേ സ്നേഹം തന്നെ നമ്മോടും കർത്താവിനുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം നിഷ്കളങ്കമാകുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുമ്പോൾ, ആ സഹോദരി വിശ്വസിച്ച് പ്രാർത്ഥിച്ചതുപോലെ, യേശുവേ, നീ ജീവനിക്കുന്ന ദൈവമെന്ന് ഈ ലോകം പറയുന്നു, അങ്ങനെ ഒന്നും ആണെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം, അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നിനക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് ആ സഹോദരി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്നല്ലേ നമ്മൾ കേട്ടത്. അതേ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് രോഗികൾ എന്നെ കേൾക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം, ആത്മാവിൽ വളരെ വ്യക്തമായിട്ടറിയാം, വളഞ്ഞ അസ്ഥികൾ എൻ്റെ കർത്താവിൽ നിന്ന് നിവർക്കും. അതുപോലെ തന്നെ സ്കിൻ അലർജി മൂലം ഭാരപ്പെടുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് സോറിയാസിസ് വന്ന് ശരീരത്തിൽ മുഴുവൻ പൊറ്റൻ പോലെ പൊളിഞ്ഞ് രക്തവും വെള്ളവും ഒഴുകുന്ന അവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ട് വെളിയിലൊന്നും ഇറങ്ങാൻ പോലും പറ്റാതെ ദുർഗന്ധം വമിക്കുന്ന വ്രണം നിറഞ്ഞ ശരീരവുമായിട്ട് ഇരിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ സാക്ഷ്യം കണ്ടതുപോലെ തലയിൽ താരൻ വന്ന്, അതുപോലെ സോറിയാസിസ് വന്ന് രക്തവും വെള്ളവും ഒക്കെ ഒഴുകുന്ന പ്രയാസത്തിലായിരിക്കുന്ന വ്യക്തികളും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ഒരു സത്യം ഞാൻ പറയാം, നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചാട്ടെ. ഇന്ന് ആ കുഞ്ഞിന് കൊടുത്ത ആ സൗഖ്യം, അതുപോലെ ഒരു സൗഖ്യം എൻ്റെ കർത്താവ് നിങ്ങൾക്കും തരും. എൻ്റെ കർത്താവിന് ഒരു മാറ്റവുമില്ല. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പോകാം. ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാക്ക് പറഞ്ഞ യേശു ഇന്ന് നിങ്ങളുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുക. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ആ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്കൊന്ന് നോക്കാം. കർത്താവ് അത്ഭുത സൗഖ്യം തരും. ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ വരിക. കർത്താവ്, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി, ഓരോ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലുള്ള രോഗബന്ധനങ്ങളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രായനം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. അതുപോലെ തന്നെ സ്കിൻ ഡിസീസുകൾ വിട്ടുമാറട്ടെ. സോറിയാസിസ് സൗഖ്യമാകട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സ്കിൻ ക്യാൻസർ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ക്യാൻസർ പേഷ്യൻസ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസ് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, അതുപോലെ തന്നെ തലയിൽ ട്യൂമറായിട്ടുള്ളവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ക്യാൻസറസ് മുഴകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഡോക്ടർമാർ, വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾ പോലും ഇന്നെന്നെ കേൾക്കുന്നല്ലോ കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ഞാൻ അധികാരമെടുക്കുകയാണ്. ആ രോഗബന്ധനത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു. പിതാവേ, നന്ദി പറയുന്നു. അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അത്ഭുത സൗഖ്യം തന്നതിനായി നന്ദി. എല്ലാം എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമ മഹത്വത്തിനായി തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ, ആ മുഴ അവിടെ കാണത്തില്ല. ആ വളഞ്ഞ അസ്ഥി നിവർന്നു വന്നു. ആ വേദന വിട്ടുമാറി. നടുവിൻ്റെ വേദന, കാലൊക്കെ ഒന്ന് ചലിപ്പിച്ച് നോക്കിയേ. ഇപ്പോൾ തന്നെ സൗഖ്യം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. മുഴകൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. സ്കിൻ അലർജി വിട്ടുമാറിയിട്ടുണ്ട്. ആ പൊറ്റൻ പൊഴിയുന്നിടത്ത് പുതിയ സ്കിൻ അവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കി. ഇനി നമ്മളൊരു കാര്യം ചെയ്യണം. ഈ കിട്ടിയ സൗഖ്യത്തിന് നമ്മൾ നന്ദി പറയണം. അനേകരുടെ സാക്ഷ്യം പറയണം. എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി, എൻ്റെ കർത്താവ് എന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കി. ആദ്യമേ തന്നെ നിങ്ങളുടെ കയ്യിൽ ആ ഫോണൊന്ന് എടുത്താട്ടെ. ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെ ഞങ്ങളോടൊന്ന് അറിയിച്ചാട്ടെ. ഞങ്ങളോട് അതൊന്ന് അറിയട്ടെ. ഈ സാക്ഷ്യങ്ങൾ ആ വാസ്തവത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രേരണ തരുന്ന വലിയ ഊർജം. അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം പറയുവാൻ മടിക്കരുത്. ഈ ഫോൺ നമ്പറുകളിൽ വിളിച്ചു പറയുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ ഒട്ടും മടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ട് അഭിഷിക്തരായിട്ടുള്ള ദൈവമക്കൾ തയ്യാറായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വിളിക്കാൻ മടിക്കരുത്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.